കശ്മീരിലെ ഭീകരാക്രമണം നമ്മളെല്ലാവരും അതിനെ അപലപിക്കുന്നു. രാജ്യം അതിനെ അപലപിക്കുന്നു. രാജ്യത്തെ ജനത ഒന്നടങ്കം അപലപിക്കുന്നു. ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾ, മഹാപാതകങ്ങൾ, മനുഷ്യന്മാരെ കൊന്നൊടുക്കുന്ന, ഹിംസ പ്രയോഗിക്കുന്ന സകല നടപടികളെയും നാം മുച്ചൂടും എതിർക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ക്ഷീണിപ്പിക്കാമെന്നോ ഇന്ത്യയുടെ ഐക്യം തകർക്കാമെന്നോ ഇന്ത്യയെ ദുർബലപ്പെടുത്താമെന്നോ വല്ലവരും വിചാരിക്കുന്നുവെങ്കിൽ അവർ അറിഞ്ഞുകൊള്ളട്ടെ, ഇത്തരം അക്രമങ്ങളെയും വിധ്വംസക പ്രവർത്തനങ്ങളെയും ശക്തമായി നേരിട്ട പാരമ്പര്യമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ പാരമ്പര്യം. ഒറ്റക്കെട്ടായി ഇന്ത്യൻ ജനത ഇത്തരം അക്രമ പ്രവർത്തനങ്ങളെ ചെറുത്തു തോൽപ്പിക്കും. ഭീകരവാദികൾ വലിയ മതമൊന്നും പറയണ്ട, ആ വർത്തമാനമൊന്നും പറയണ്ട. അക്രമ പ്രവർത്തനങ്ങൾക്ക് മതത്തെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നവർ ഏത് മതത്തിൻ്റെ ആളുകളാണെങ്കിലും അവരാ മതത്തിൻ്റെയും കൂടി ശത്രുക്കളാണ്. മനുഷ്യരുടെ ശത്രുക്കളാണ്, ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. മനുഷ്യൻ്റെ ചോര ചിന്തുന്നവരൊക്കെ ദൈവത്തിൻ്റെ ശത്രുക്കളാണ്, മാനവരാശിയുടെ ശത്രുക്കളാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. രാജ്യത്തെ ആകെ നടുക്കിക്കളഞ്ഞ ആ സംഭവം പരാമർശിക്കാതെ, അതിൽ നമ്മുടെ നടുക്കം പ്രകടിപ്പിക്കാതെ നമുക്കാർക്കും തന്നെ മറ്റെന്തെങ്കിലും കാര്യത്തെപ്പറ്റി എന്തെങ്കിലും ഉരിയാടാൻ പോലും സാധിക്കാത്ത വിധം വളരെ ക്രൂരമായ, ഹീനമായ പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ ഓരോ സംഭവങ്ങളും വളരെ വളരെ അപലപനീയമായിട്ടുള്ള സംഭവങ്ങളാണ്. നിരപരാധികളായ മനുഷ്യരെ കൊന്നിട്ട് ഇവരൊക്കെ എന്താണ് നേടാൻ പോകുന്നത് എന്ന് അവരൊക്കെ 1000 വട്ടം ആലോചിക്കട്ടെ. ഒരു മനുഷ്യനെ കൊല്ലുന്നവൻ മാനവരാശിയുടെ മുഴുവൻ ഘാതകനാണ്. എന്ന വിശുദ്ധ ഖുർആന്റെ വാക്യമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. മതം ശാന്തിയാണ്, സമാധാനമാണ്. ഏത് മതമാണെങ്കിലും അക്രമ പ്രവർത്തനങ്ങൾക്ക് മതത്തിൻ്റെ മേലങ്കി, മതത്തിൻ്റെ മേൽവിലാസം ചാർത്തിക്കൊടുക്കാമെന്ന് വ്യാമോഹിക്കുന്നവർ മതത്തെയും മനസ്സിലാക്കാത്തവരാണ്, മനുഷ്യനെയും മനസ്സിലാക്കാത്തവരാണ്, ദൈവത്തിലും യഥാർത്ഥത്തിൽ വിശ്വാസം കൈക്കൊള്ളാത്തവരാണ്. അതുകൊണ്ട് ശക്തമായ ഹൃദയത്തോടെ ഇന്ത്യ ഒന്നിച്ച് ഒറ്റക്കെട്ടായി അതിനെതിരെ നിൽക്കുന്നു. ഇതിനെതിരെ ശക്തമായ നടപടികൾ നമ്മുടെ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റും അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റും എടുക്കുന്നുണ്ട്, എടുക്കണം എന്ന് രാജ്യത്തെ ജനത ഒന്നടങ്കം ആഗ്രഹിക്കുന്നു, ആവശ്യപ്പെടുന്നു. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ടാണ് ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾക്കെതിരെ രാജ്യം ഒരു ശരീരം പോലെ, ഒരു മനസ്സായി നിലകൊള്ളുന്നത്. അങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സദസ്സ്, ഈ സദസ്സ് കാരുണ്യത്തിൻ്റെ സദസ്സാണ്, സ്നേഹ സദസ്സാണ്, മനുഷ്യന്മാരെ സഹായിക്കുന്ന സദസ്സാണ്. ജീവിതം വളരെ കുറച്ച് കാലത്തേക്കേ ഉള്ളൂ. ഉള്ള കാലം മനുഷ്യരെ തലോടണം, സഹായിക്കണം, എല്ലാവരോടും കരുണ കാണിക്കണം. ആരും ആരെയും വേദനിപ്പിക്കരുത്, ആരും ആരുടെയും ജീവനെടുക്കരുത്, ആരും ആരെയും ആക്രമിക്കരുത്, ഹിംസിക്കരുത്. ഏതുതരം ഹിംസയും എതിർക്കപ്പെടേണ്ടതാണ്. അത് ഭൂമിക്കോ മാനവരാശിക്കോ ഒരു പ്രയോജനവും ചെയ്യുകയില്ല.
അത്താണി പോലുള്ള സംഘടനകൾ നടത്തുന്ന പ്രവർത്തനത്തെ വളരെ വളരെ ബഹുമാനത്തോടെയാണ് നമ്മുടെ നാട് കാണുന്നത്. ആരെയെങ്കിലും സഹായിക്കുക, ഇവിടെ വീട് വെച്ച് കൊടുക്കുന്നു, സാമ്പത്തികമായിട്ട് പ്രയാസമുള്ളവരെ മറ്റു നിലയിൽ സഹായിക്കുന്നു. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് അത്താണി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ചെയ്യുന്നത് വലിയ സൽക്കർമ്മമാണ്. ഇതൊക്കെയാണ് സൽക്കർമ്മം. സൽക്കർമ്മം എന്ന് പറയുന്നത് മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടത് കൂടിയാണ്, ദൈവവുമായിട്ട് മാത്രം ബന്ധപ്പെട്ടതല്ല. ദൈവവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാധനാ കർമ്മങ്ങളാണ്. ബാക്കിയുള്ള സൽക്കർമ്മങ്ങളൊക്കെ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എല്ലാ മതങ്ങളും അത് പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യ സ്നേഹത്തിൻ്റെ സകല സിദ്ധാന്തങ്ങളും ദർശനങ്ങളും അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾക്കെങ്കിലും ദാഹശമനത്തിനുള്ള വഴി ഒരുക്കി കൊടുക്കണം, ഒരാൾക്കെങ്കിലും അന്നം കൊടുക്കണം, ഒരാളെയെങ്കിലും തലോടണം, സഹായിക്കണം, ഒരാളുടെ ബുദ്ധിമുട്ടെങ്കിലും അകറ്റിക്കൊടുക്കണം. ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളും വർദ്ധിച്ചു വരുന്നൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഒന്ന് ആശുപത്രിയിൽ പോയി നോക്കിയാൽ മതി, ആശുപത്രിയിലും പോയി നോക്കണ്ട, ഈ നാട്ടിലിറങ്ങി നടന്നാൽ മതി. മാരകമായ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലമാണ്. ആളുകൾ പൊടുന്നനെ മരിക്കുന്ന കാലമാണ്, പെട്ടെന്ന് മരിക്കുന്ന കാലമാണ്. ചെറുപ്പക്കാർ വളരെ പെട്ടെന്ന് മരിക്കുന്ന കാലമാണ്. ഞാൻ കഴിഞ്ഞ ലോക്സഭാ സമ്മേളനത്തിൽ, ഈ സമ്മേളനമല്ല അതിൻ്റെ മുമ്പത്തെ സമ്മേളനത്തിൽ അവതരിപ്പിച്ച വിഷയങ്ങളിലൊന്ന് ചെറുപ്പക്കാരുടെ പൊടുന്നനെയുള്ള മരണമാണ്, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം. ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് ആളുകൾ മരിച്ചു പോകുന്നു. എന്തൊക്കെയോ രോഗങ്ങൾ, എന്തൊക്കെയോ പ്രയാസങ്ങൾ, എന്തൊക്കെയോ കെടുതികൾ. ഇവിടെ ഡോക്ടർ സി മുഹമ്മദ് സാഹിബിനെ പോലുള്ളവരുണ്ട്, അവരൊക്കെ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ചും നമുക്കെല്ലാവർക്കും വൈദ്യനാകാൻ സാധിക്കണം, നമുക്കൊക്കെ ഡോക്ടർമാരാകാൻ സാധിക്കണം. അതിനർത്ഥം നമ്മളൊക്കെ നാളെ ചികിത്സ തുടങ്ങാമെന്നല്ല. യോഗ്യതയുള്ളവർക്കേ ചികിത്സിക്കാൻ കഴിയൂ. അതിന് പഠിപ്പും വിവരും അതിനുള്ള യോഗ്യതയും ബിരുദങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞ ചികിത്സ അതല്ല. ഒരു വാക്കുകൊണ്ട് പോലും ചികിത്സിക്കാൻ സാധിക്കും, ഒരു പുഞ്ചിരി കൊണ്ട് ചികിത്സിക്കാൻ സാധിക്കും. നമുക്കൊക്കെ വൈദ്യന്മാരായി മാറാൻ സാധിക്കും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്കും എനിക്കൊക്കെ വൈദ്യൻ്റെ പണിയെടുക്കാൻ സാധിക്കും. എന്താണ് വൈദ്യൻ്റെ പണി? ആശ്വാസം എത്തിക്കുക, രോഗശമനത്തിന് സഹായിക്കുക. രോഗശമനം നൽകുന്നതല്ല, രോഗശമനം നൽകുന്നത് ദൈവമാണ്. രോഗം മാറ്റുന്നത് മനുഷ്യനല്ല. പല രോഗവും മാറ്റുന്നത് ശരീരത്തിൽ ദൈവം തന്നെ നിക്ഷേപിച്ചിട്ടുള്ള കാരുണ്യമാണ്. ഒരാളെ എല്ല് പൊട്ടിയാൽ, എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ട് മരുന്ന് കൊടുത്തിട്ടല്ല എല്ലിൻ്റെ മുറിവ് ഉണങ്ങുന്നത്. ആ എല്ല് ചേർത്ത് വെച്ച് കൊടുത്താൽ മതി. എല്ല് സ്വയം, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മുറി കൂടും. മുറിവ് കൂടിച്ചേർന്ന് എല്ലുകൾ പൂർവ്വസ്ഥിതിയിലേക്ക് വരും. അത് അവിടെ തന്നെ നടക്കുന്നൊരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, എല്ല് പൊട്ടുമ്പോൾ അവിടുന്ന് പുറപ്പെടുന്ന രക്തത്തുള്ളി അതുപോലും മരുന്നാവുന്നതാണ്. അത് അത് മുറിവ് ഉണക്കാനുള്ള മരുന്നായിത്തീരും. എല്ല് പൊട്ടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന രക്തം, ആ രക്തത്തിൻ്റെ ബിന്ദുക്കൾ, അത് എല്ലിനെ കൂട്ടിച്ചേർത്ത് മരുന്നായി ഓയിൻമെൻറ്റിനേക്കാൾ വലിയ ഓയിൻമെൻ്റായിട്ട് മാറും. നോക്കൂ നിങ്ങൾ, ദൈവകാരുണ്യമാണ് ആ പ്രവർത്തിക്കുന്നത്. നമ്മളത് ചേർത്ത് വെച്ച് കൊടുത്താൽ മതി. അതാണ് ഈ പ്ലാസ്റ്റർ ഇടുക, പണ്ടത്തെ ഭാഷയിൽ മുറിവ് കെട്ടുക എന്നൊക്കെ പറയുന്നത്. അതൊന്ന് ചേർത്ത് വെച്ച് കൊടുക്കാൻ ഞാൻ ബുദ്ധിമുട്ടാവും, ഇളകാനും പാടില്ല കുറച്ച് കാലം. പക്ഷെ അത് മുറിവ് ഉണക്കുന്നത് മരുന്നല്ല, ശരീരം തന്നെയാണ്.
ദൈവം മനുഷ്യൻ്റെ ശരീരത്തിൽ വെച്ചിട്ടുള്ള ഊർജമാണ്, എനർജിയാണ്. അത് ദൈവകാരുണ്യമാണ്. ഞാനതിനെ ദൈവകാരുണ്യം എന്ന് വിളിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നമുക്കൊക്കെ വൈദ്യൻ്റെ പണിയെടുക്കാൻ സാധിക്കും. വൈദ്യൻ്റെ പണി തലോടുക എന്നതാണ്. അത് മക്കൾക്കെടുക്കാൻ സാധിക്കും. പിതാക്കളുടെ നെറ്റി തലോടി കൊടുക്കണം. ഞാൻ എൻ്റെ പ്രസംഗങ്ങൾ എപ്പോഴും പറയാറുണ്ട്, മാതാപിതാക്കൾക്ക് കാശും പണവും കൊടുത്താൽ പോരാ, അവരെ വീട് വെച്ച് പാർപ്പിച്ചാൽ പോരാ, മക്കൾ അവരുടെ നെറ്റി തലോടണം, കാല് തഴുകണം, ഉഴിഞ്ഞു കൊടുക്കുക എന്നാ പറയാം നമ്മളൊക്കെ. ഞാൻ ചെറുപ്പത്തിൽ ചെയ്തിരുന്നൊരു പ്രധാനപ്പെട്ട പണി പണ്ഡിതനായ എൻ്റെ പിതാവിൻ്റെ കാല് ഒഴിഞ്ഞു കൊടുക്കലായിരുന്നു, മണിക്കൂറുകൾ. വളരെ സാത്വികനായിരുന്നു എൻ്റെ വന്യപിതാവ്. അല്പം കാലിനൊക്കെ അസുഖം പിന്നീടൊക്കെ വന്നപ്പോൾ, അല്ലാത്തപ്പോഴും രാത്രിയൊക്കെ ഒരുപാട് നേരം എൻ്റെ മടിയിൽ ഉപ്പയുടെ കാല് വെക്കും. ഞങ്ങളൊക്കെ ജീവിതത്തിൽ വല്ലതും നേടിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നേടിയതാണെന്ന് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഇവിടെയും പറയുന്നു. അതൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. പുതിയ തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കൂ. അതാ ഞാൻ പറഞ്ഞത്, മകന് മരുന്നാകാൻ സാധിക്കും, വൈദ്യനാകാൻ സാധിക്കും. പിതാവിന് വൈദ്യനാകാൻ സാധിക്കും, മക്കളുടെ മാതാവിന്. ആണ് അല്ലെങ്കിൽ തന്നെ സാധിക്കുന്നല്ല, ആണ്. ഇതൊക്കെയാണ് ഇന്ന് വേണ്ടതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലാതെ കുറേ വിദ്യാഭ്യാസവും ഡിഗ്രിയൊന്നുമല്ല, അതിലൊന്നും ഒരു കാര്യമില്ല. വിദ്യാഭ്യാസം ഇല്ലാത്തതല്ല എന്ന് നാടിൻ്റെ പ്രശ്നം. ഈ അക്രമ പ്രവർത്തനമൊന്നും നടത്തുന്നവർക്ക് ഡിഗ്രി ഇല്ലാഞ്ഞിട്ടല്ല. ഞാൻ പഴയ മാതിരി 25 കൊല്ലം മുമ്പ് ചിലർ ചെയ്ത പ്രസംഗം പോലെ ഇന്നും ചിലയിടത്ത് പോയിട്ട് നിങ്ങളൊക്കെ പഠിക്കണം എന്നൊന്നും ഞാൻ പറയാറില്ല. ഞാൻ പൊട്ടനല്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. ഇന്ന് എവിടെയെങ്കിലും പോയിട്ട് ആളുകൾ പഠിക്കണം എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? വിദ്യാഭ്യാസമൊക്കെ അത്യാവശ്യമുണ്ട്. ഇന്ന് പറയേണ്ടതാണ്. കുട്ടികളൊക്കെ പഠിക്കണം. 25 കൊല്ലം മുമ്പ് സമൂഹ നേതാക്കളും സമുദായ നേതാക്കളും പരിഷ്കർത്താക്കളും ഒക്കെ ചെയ്ത പണി, അവരാ കാലത്ത് ചെയ്യേണ്ട പണിയാണ് അവർ ചെയ്തത്. വിദ്യാഭ്യാസമില്ലാത്തൊരു സമൂഹത്തിൽ അവരത് പറയേണ്ടതായിരുന്നു. ഇന്ന് അതാണോ പറയേണ്ടത്? ഇന്നതല്ല പറയേണ്ടത്. ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഈ അടുത്ത കാലത്ത് ഒരു മകൻ വന്നത് പഠിക്കാൻ പറഞ്ഞയച്ചെടുത്തുനിന്നാണ്. കഷ്ടപ്പെട്ടിട്ട് കുടുംബം അവനെ പഠിക്കാൻ പറഞ്ഞയച്ചു അങ്ങോട്ട്. ഞാനിത് പറയുമ്പോൾ എൻ്റെ ഹൃദയം താങ്ങി പിടിച്ചിട്ടേ പറയൂ. ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ എനിക്ക് പ്രയാസമുണ്ട്. എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നത് മാതാക്കളെയാണ്. അമ്മമാരും ഉമ്മമാരും ഒക്കെ ഇവിടെ നിരന്നിരിക്കുന്നുണ്ട്. ഞാൻ അവരെ കാണുന്നുണ്ട് സദസ്സിൽ. പക്ഷെ പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല, പറയണം. അവൻ നേരെ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടൊരു കത്തി വാങ്ങി, മൂർച്ചുണ്ടോ എന്ന് പരിശോധിച്ചു. 2 ദിവസം നാട്ടിൽ പാർത്തു. മാതാവിനെ കൊന്നു ആ കത്തി കൊണ്ട്. അറിയാതെ സംഭവിച്ചതൊന്നുമല്ല. നാട്ടിൽ വന്നിട്ട് കത്തി വാങ്ങി, മൂർച്ചുണ്ടോ എന്ന് പരിശോധിച്ചു. ഇതാണ് ഇന്നത്തെ കേരളം. ഇവിടെ പറയേണ്ടത് പറ, അല്ലാതെ പഴയ വിദ്യാഭ്യാസത്തിൻ്റെ വർത്താനൊന്നും പറയണ്ട. വിദ്യാഭ്യാസത്തിൻ്റെ വർത്താനം, മാർക്കിൻ്റെ വർത്താനൊന്നും പറയരുത്, നിർത്തിവെക്കണം. മാർക്കില്ലാത്തതല്ല ഇവിടുത്തെ പ്രശ്നം. കൊട്ടക്കണക്കിന് +2, +1 A+, മണ്ണാങ്കട്ട. അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം മനുഷ്യത്വമില്ലായ്മയാണ്. അതിനെ ചികിത്സിക്കണം, അതിനുള്ള മരുന്ന് കൊടുക്കണം. മാതാവിനെ അറിഞ്ഞൂടാ, പിതാവിനെ അറിഞ്ഞൂടാ, അയൽക്കാരനെ അറിഞ്ഞൂടാ, ഒരു സമുദായത്തിൽപ്പെട്ടവർ മറ്റൊരു സമുദായത്തിൽപ്പെട്ടവൻ അറിഞ്ഞൂടാ. ഇതൊക്കെ മനുഷ്യരാണ്, ഒരേ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. പ്രപഞ്ചമാകുന്ന കുടുംബത്തിലെ പ്രപഞ്ചം ദൈവത്തിൻ്റെ കുടുംബമാണ് എന്ന് പറഞ്ഞത് തിരുനബിയാണ്, മുഹമ്മദ് നബിയാണ്. അൽ ഖൽഖു ഇയാലുല്ലാഹ് എന്നാണ് അറബിയിൽ പുണ്യ റസൂൽ മൊഴിഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു വാക്കാണ്! മുഴുവൻ സൃഷ്ടികളും ദൈവത്തിൻ്റെ കുടുംബമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കുടുംബത്തിൽ പിന്നെ വേറെ കുടുംബം ഉണ്ടാവുമോ? അപ്പം അങ്ങനെയാണ് സ്ഥിതി.
ഇത് അറിയാതെ ഒരു മകന് പറ്റിപ്പോയ കൈപ്പഴല്ല. ഈ കൊന്നവൻ, മാതാവിനെ കൊന്നവൻ പിന്നൊരു വർത്താനം പറഞ്ഞു. ഞാനന്ന് ഖത്തറിലാണ്. ഞാൻ പത്രത്തിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത് കണ്ടിട്ട് മൗനിയായിട്ടിരുന്നു. ഞാൻ സലീം കുമാർ, നമ്മുടെ പ്രശസ്ത നടൻ സലീം കുമാറിൻ്റെ കൂടെ ഒരു പരിപാടി പങ്കെടുക്കാൻ പോയതായിരുന്നു ഖത്തറിൽ. ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ടൊരു സംഭാഷണം, ഇതുപോലുള്ള പ്രശ്നങ്ങളെപ്പറ്റി, സമൂഹം നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങളെപ്പറ്റി ഞങ്ങളുടെ ഒരു സംവാദം, ഒരു സംഭാഷണം. സലീം കുമാർ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ, ഇതിനെക്കുറിച്ചല്ല, പൊതുവെയുള്ള വിഷയങ്ങളെക്കുറിച്ച് എപ്പോഴും പ്രതികരിക്കുന്ന ഒരു സാമൂഹിക കർത്തവ്യബോധമുള്ള നടനും കലാകാരനുമാണ് സലീം കുമാർ. അവിടെ നിന്നാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വായിച്ചൊരു വാചകമുണ്ട്. മാതാവിനെ കൊന്ന ഇവൻ പറഞ്ഞു, പ്രസവത്തിൻ്റെയും ഗർഭത്തിനും ആ സ്ത്രീക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തിരിക്കണം. എന്നെ ഗർഭം ചുമന്ന് പെറ്റതിന് ആ സ്ത്രീക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തിരിക്കുന്നു. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു, ഇതും കൂടി കേട്ടിട്ടേ നീ മരിച്ചു പോകാവൂ. ഞാൻ ആരോടും പറഞ്ഞതല്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ എന്നെ കുറ്റപ്പെടുത്തുന്നു. ഞാൻ ജീവിക്കുന്ന സമൂഹമാണിത്, ഞാൻ ജീവിക്കുന്ന കാലമാണിത്, എൻ്റെ അയൽവക്കമാണിത്, എൻ്റെ സമൂഹമാണിത്. എൻ്റെ നാട്ടിൽ ഇന്ന് നടക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ ഒരു ഫലങ്ങളിൽപ്പെട്ടൊരു ഫലമാണിത്. ഇതും കൂടി കേട്ടിട്ടേ നീ മരിച്ചു പോകാമെന്നു ഞാൻ പറഞ്ഞത് വേറൊരാളോടല്ല, ഞാൻ എന്നോടാണ് പറഞ്ഞത്. ഞാൻ ഈ അമ്മ പ്രസംഗം ചെയ്ത ഒരാളാണ്. നാട്ടിക കടപ്പുറത്ത് മലയാളികൾ ഏറ്റവും കൂടുതൽ കേട്ട പ്രഭാഷണം അതാണെന്നാണ് പറയപ്പെടുന്നത്. ലക്ഷക്കണക്കിന് ബില്യൺ കണക്കിന് ആളുകൾ ഇത് കേട്ടിട്ടുണ്ട്. അത് മറക്കാൻ കഴിയാത്തൊരു രംഗമാണ്. എനിക്ക് മാത്രമല്ല, ആ സംസാരം കേൾക്കുന്നവർക്കൊക്കെ. എൻ്റെ ബഹുമാന്യ സുഹൃത്ത് മോഹൻലാലിൻ്റെ അമ്മയാണ് അതിന് വന്ന് തിരികൊളുത്തിയത്. മോഹൻലാലൊക്കെ പങ്കെടുത്തിരുന്നു. എല്ലാവരും കണ്ണ് നനഞ്ഞിട്ടാണ് ആ സദസ്സെന്ന് പോയത്. ആ സദസ്സിൽ ഇരുന്നതൊക്കെ മാതാക്കളാണ്, അമ്മമാരുടെ സമ്മേളനമായിരുന്നു. ഇപ്പോഴും അതിൻ്റെ വീഡിയോ കാണാം. സദസ്സ് മുഴുവനും അമ്മമാരാണ്. ഇവിടുത്തെ മാതിരി ഇവിടെ ഇപ്പോൾ അധികവും മാതാക്കളാണ്. ഇവിടെ ഇപ്പം ഇങ്ങനെ തിരഞ്ഞു നോക്കിയാൽ ഈ സദസ്സിൽ അധികവും മാതാക്കളാണ്. അല്ലെങ്കിലും ആരാ മാതാവ്? ഏത് സ്ത്രീയും ഒരു മാതൃസാധ്യതയാണ്. അവൾ ഇന്നല്ലെങ്കിൽ നാളെ അമ്മയാവും. ഒരു ചെറിയ പെൺകുട്ടിയെ കണ്ടാലും ഞാൻ വിചാരിക്കുന്നത് അവളൊരു പെണ്ണാണെന്നല്ല, അവൾ കാമുകിയാണെന്നല്ല, അവൾ പെങ്ങളാണെന്നല്ല, അവൾ നാത്തൂനാണെന്നല്ല, അതൊരു മാതാവാണ്. എന്നല്ലെങ്കിൽ നാളെ അവൾ പ്രസവിക്കും, അവൾക്ക് കുട്ടികളുണ്ടാവും. പെണ്ണ് മാതാവാകാൻ പിറന്നവളാണ്, ദൈവനിയോഗമാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യത്തിൻ്റെ ഗേഹം മാതാവിൻ്റെ മടിത്തട്ടാണ്, മാതാവിൻ്റെ ഗർഭഗൃഹമാണ്. ഗർഭഗൃഹം, ഗൃഹം എന്ന് പറഞ്ഞാൽ വീട്. അപ്പം ഗർഭാശയം വീടാണ്. അവിടെയാണ് നമ്മൾ 9.5 മാസം പറ്റിപ്പിടിച്ച് കിടന്നുറങ്ങിയത്. മാതാവിൻ്റെ ഗർഭാശയത്തിൻ്റെ ഭിത്തിയോട് ചേർന്ന് പറ്റിപ്പിടിച്ച് കിടന്നുറങ്ങിയിട്ട് വന്നിട്ട് ആ മാതാവിൻ്റെ ഘാതകനാകാൻ പിറക്കുന്നവനെ, നിന്നെപ്പോലുള്ളവരാണ് സമൂഹത്തിൻ്റെ, നമുക്ക് ചില ബോധങ്ങളും വിവേകങ്ങളും ഉണ്ടായിരിക്കണം. ഇതൊക്കെ നഷ്ടപ്പെടുന്നതാണ് ഇന്നത്തെ പ്രശ്നം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പ്രസംഗത്തിലൊരു യൂറോപ്യൻ എഴുത്തുകാരൻ്റെ കഥ പറഞ്ഞു. അച്ഛന് കലശലായ രോഗം വന്നു, വേദന എങ്ങനെയായിട്ടും മാറുന്നില്ല. മകൻ വളരെ വേദനിച്ചു, അച്ഛനെ ചികിത്സിച്ചു മടുത്തു. എങ്ങനെയായിട്ടും വേദന മാറുന്നില്ല. അങ്ങനെ അച്ഛനെ ദയാവധം ചെയ്യുന്നതിനെക്കുറിച്ച് മകൻ ആലോചിച്ചു. ദയാവധം, കൊല്ല, കോടതിയുടെ അനുമതിയോടുകൂടി. മാറാത്ത വേദന തിന്ന് 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 അച്ഛൻ നരകിക്കുന്നത് കണ്ട മകൻ മരുന്ന് കൊടുത്ത് അച്ഛനെ കൊല്ലുന്നതിന് കോടതിയെ സമീപിച്ചു. അങ്ങനെ ഇദ്ദേഹം പ്രസംഗിക്കുകയാണ് ഒരു യോഗത്തിൽ.
ആ മകന് കോടതിയുടെ അനുമതി കിട്ടി, അച്ഛനെ കൊന്നോളൂ, ദയാവധം നൽകാൻ. ഒരു വഴിയില്ലെങ്കിൽ കോടതി അനുമതി കൊടുക്കും. കുറേ ചർച്ച നടന്നതാണ് ഒരു കാലത്ത്. ദയാവധം അനുവദനീയമാണോ അല്ലേ എന്ന്. അതൊരു ലീഗൽ ഇഷ്യൂ പോലും ആയിരുന്നു ഒരു കാലത്ത്, ഒരു നിയമപ്രശ്നം. അവസാനം അനുമതി കിട്ടി, അച്ഛനെ കൊല്ലുന്ന ദിവസമായി. മകൻ്റെ കൂടെ അച്ഛൻ അത്താഴം കഴിച്ചു. രണ്ടാളും കൂടി അപ്പുറം ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അച്ഛന് ഇഷ്ടപ്പെട്ട സംഗീതം, മ്യൂസിക് മകൻ കേൾപ്പിച്ചു. മെല്ലെ മെല്ലെ ദയാവധം ചെയ്യാനുള്ള മരുന്ന് മകൻ അച്ഛൻ്റെ ശരീരത്തിലേക്ക് കുത്തിവെച്ചു. അച്ഛൻ മരണത്തിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ. മകൻ കുത്തിവെച്ച മരുന്നിനാൽ കടന്നു പോകുന്നത് മകൻ കണ്ടു. എന്നിട്ട് ഈ പ്രസംഗിച്ചുകൊണ്ടിരുന്ന മകൻ പറഞ്ഞു, ഈ പ്രസംഗിച്ചുകൊണ്ട് ആള് പറഞ്ഞു, ആ മകൻ ഞാനാണ് അച്ഛൻ ഇഞ്ചക്ഷൻ ചെയ്തത്. ഒരു യൂറോപ്യൻ എഴുത്തുകാരൻ സദസ്സിൽ പ്രസംഗിക്കണം. പീറ്റർ അഡ്മിറൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, പീറ്റർ അഡ്മിറൽ. അപ്പം സദസ്സ് എന്ത് ചെയ്തു എന്ന് പറയാനാണ് ഞാൻ നിങ്ങളോട് ഇപ്പം ഇത്രയും നേരത്തെ പറഞ്ഞത്. സദസ്സ് ഒന്നടങ്കം എഴുന്നേറ്റ് നിന്നു. ഇങ്ങനൊക്കെ ചില ഗുണങ്ങളുണ്ടായിരിക്കണം. ക്രമത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കണം. നമ്മളൊന്ന് എഴുന്നേറ്റ് നിൽക്കുക, നമ്മളതിനെ അപലപിക്കുക. എല്ലാ അക്രമങ്ങൾക്കും നമ്മളെതിരാണ്. ദുഃഖിക്കുന്നവരോടൊപ്പം നിൽക്കുക, കൊല്ലപ്പെട്ടവർക്ക് ആദരമർപ്പിക്കുക. അജിക്ക് അവിടെ ഇരുന്നാൽ മതി. അജിക്ക് ഇരുന്നാൽ തന്നെ എഴുന്നേറ്റ് പോലെയാണ് ബാബാജി സാഹിബ്. ശാരീരികമായ അവശത ഉള്ളതുകൊണ്ടാണ്. അതിൽ കൊല്ലപ്പെട്ട ഒരു ഭർത്താവിൻ്റെ മുമ്പിൽ ഭാര്യ ഇരിക്കുന്ന ഒരു ചിത്രമുണ്ട്, എല്ലാവരും കാണണം. അത് കണ്ടാലൊരു പക്ഷെ ഇന്ന് രാത്രി ഭക്ഷണം ഇറങ്ങൂല, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇരിക്കൂ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. ഈ വികാരങ്ങളൊക്കെ നമ്മുടെ നെഞ്ചിലുണ്ടായിരിക്കണം. ഒരു വികാരമില്ലാത്തവരായി മാറരുത്. ആ മകൻ ഞാനാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കോ? മലയാളക്കരയിലെ ഒരു കവി എഴുതിയത് ഞാൻ വായിച്ചിട്ടൊരു കവി, അച്ഛൻ മരിച്ച ദിവസം ഞാൻ അച്ഛൻ്റെ മൃതദേഹത്തോടൊപ്പമാണ് ഉറങ്ങിയത്. കണ്ണടച്ച് കേൾക്കണം. അച്ഛൻ മരണപ്പെട്ടു. കവിയുടെ പേര് ഞാൻ പറയണില്ല, പ്രശസ്തനായ കവിയാണ്. ഞാൻ അച്ഛൻ്റെ ദേഹം കെട്ടിപ്പിടിച്ച് കിടന്നു, മൃതദേഹം കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി രാവിലെ വരെ. കാരണം അച്ഛന് കലശലായ വേദനയായിരുന്നു മരിക്കുന്നവരെ. മരണശേഷം അച്ഛൻ ശാന്തനായിട്ട് കിടന്നു. എല്ലാ ദിവസവും രാത്രി അച്ഛൻ ഉറങ്ങാൻ കഴിയില്ല, വേദന ഉണ്ട്, അങ്ങനെയുള്ള രോഗമാണ്. മരിച്ച ദിവസം രാത്രി അച്ഛൻ ശാന്തനായിട്ട് കിടന്നു. മൃതദേഹമാണ്. ശാന്തനായി കിടക്കുന്ന എൻ്റെ അച്ഛനെ, രാധാകൃഷ്ണൻ ഡോക്ടറെ, ഞാൻ കെട്ടിപ്പിടിച്ചുറങ്ങി. ഇതൊക്കെ നിങ്ങൾ എങ്ങനെ എടുക്കുക? ഈ ലോകത്തെ ഏറ്റവും വലിയ സംഗതി വേദനയാണ്. വേദന തിരിച്ചറിയുക, ശരീരത്തിൻ്റെ വേദന തിരിച്ചറിയുക. അതിനേക്കാൾ മനസ്സുകൊണ്ടൊരാളെയും വേദനിപ്പിക്കാതിരിക്കുക. പുണ്യ റസൂലിനോട് ഒരാൾ ചോദിച്ചു, ഏറ്റവും നല്ല മനുഷ്യനാരാണ്? മുഹമ്മദ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായിരിക്കും ഒരു മത നേതാവ്, ഒരു മതപ്രവാചകൻ ഉത്തരം പറയാ? ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നവനോ, നിസ്കരിക്കുന്നവനോ, നോമ്പെടുക്കുന്നവനോ? അതൊന്നും മുഹമ്മദ് നബി പറയൂല എന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്ക് നബിയുടെ സ്വഭാവവും പ്രകൃതവും അറിയാം സല്ലല്ലാഹു അലൈഹി വസല്ലം.
തിരുനബി പറഞ്ഞു, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാളെ നോവിക്കാത്തവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ. ഒരാളെ വേദനിപ്പിച്ചിട്ടില്ല. മലയാളത്തിൽ എൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ക്ലിപ്പ് കുറക്കാലപ്പോഴും ഇങ്ങനെ ഓടുന്നുണ്ട്. അതൊരു നബിവചനമാണ്. ഒരിക്കൽ പുണ്യ റസൂൽ തൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യനോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ മോനെ അനസേ. അനസ് മകനല്ല, ശിഷ്യനാണ്. എന്നിട്ടും വിളിക്കുന്നത് എൻ്റെ മോനെ എന്നാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുമ്പോൾ നമ്മളെല്ലാവരും വിളിക്കും മോനെന്ന്. നമ്മൾ വിളിക്കും, ഈ കേരളത്തിൽ വിളിക്കും, ഞാൻ വിളിക്കാറുണ്ട്. എന്താ മോനെ, സുഖല്ലേ? മോനൊന്നും ആയിരിക്കില്ല അത്. അനസ് നബിയുടെ മകനല്ല. ആ പേരിൽ നബിക്കൊരു മകനില്ല സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. അത് ശിഷ്യനാണ്. എൻ്റെ മോനെ അനസേ, ഒരാളെയും വെറുക്കാതെ നിനക്ക് നേരം പുലരാനാകുമോ? വല്ലാത്ത വാക്കാണ്. ഒരാളെയും വെറുക്കാതെ നിനക്ക് സന്ധ്യയാകാനുമാകുമോ? എങ്കിൽ അതാണ് എൻ്റെ മാർഗം. ഇവിടെ മതസംഘടനകൾക്കിടയിൽ ഒരുപാട് തർക്കം നടക്കുന്ന സാധനമാണ് സുന്നത്ത് ഏതാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും തർക്കിക്കലാണ് മതസംഘടനകളുടെ ജോലി. പലതും അനാവശ്യമാണ്. തർക്കമൊക്കെ മടുത്തിരിക്കണം. മനുഷ്യനെന്ന് വേണ്ടത് ഇത്തിരി സമാധാനമാണ്. പക്ഷെ തിരുനബി ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് സുന്നത്ത് എന്ന പദമാണ്. അതാണ് എൻ്റെ സുന്നത്ത്. എന്ത്? ആരെയും വെറുക്കാതിരിക്കൽ. ദാലിക മിൻ സുന്നത്തി, അതെൻ്റെ മാർഗത്തിൽപ്പെട്ടതാണ് അനസേ. രാവിലെയും ഒരാളോടും വെറുപ്പില്ല, വൈകിട്ടും ഒരാളോടും വെറുപ്പില്ല. അങ്ങനൊരു വ്യാഖ്യാനം സുന്നത്തിന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് സുന്നത്താണോ ഇത് സുന്നത്താണോ? ഒന്നും അങ്ങനെ എടുക്കുന്നത് സുന്നത്താണോ? ഒന്നും ഇങ്ങനെ എടുക്കുന്നത് സുന്നത്താണോ? നിസ്കാരം അങ്ങനെ സുന്നത്താണോ ഇങ്ങനെ സുന്നത്താണോ? അത് സുന്നത്താണോ ഇത് ബിദ്അത്താണോ? ആ ചർച്ച നടക്കട്ടെ, വേണ്ടെന്ന് ഞാൻ പറയല്ല. ഇതും കൂടി കൂട്ടത്തിൽ പഠിക്കണം. ഇത് ഏറ്റവും പ്രബലമായ നബിവചനമാണ്. രാവിലെയും ഒരാളോടും വെറുപ്പില്ല, വൈകിട്ടും ഒരാളോടും വെറുപ്പില്ല. എൻ്റെ മോനെ അനസേ, നിനക്ക് അങ്ങനെ ആകാൻ കഴിയുമോ? അതാണ് എൻ്റെ സുന്നത്ത്. ദാലിക മിൻ സുന്നത്തി മൻ അഹ്യാ സുന്നത്തി ഫഖദ് അഹബ്ബനി. എൻ്റെ മാർഗത്തെ ജീവിപ്പിച്ചവൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നു. അനസേ, നീ അങ്ങനെ ആവുകയാണെങ്കിൽ അതിനർത്ഥം നീ എന്നെ സ്നേഹിച്ചിരിക്കുന്നു. ആരോടും വെറുപ്പില്ലാതെ ജീവിച്ചാൽ മതി. മൻ അഹ്യാ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എന്നെ സ്നേഹിച്ചവൻ എന്നോടൊപ്പം സ്വർഗത്തിലുമാണ്. അനസേ, അതിന് നീ എന്ത് ചെയ്യണം? രാവിലെ ആരെയും വെറുക്കരുത്, വൈകുന്നേരം വെറുക്കരുത്. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ആരോഗ്യം ഉണ്ടാവും, രോഗങ്ങൾ കുറയും, സ്ട്രെസ്സും ടെൻഷനും കുറയും. മനസ്സിന്ന് വെറുപ്പിനെടുത്ത് കളഞ്ഞാൽ. എല്ലാവരും മനസ്സിന്ന് വെറുപ്പെടുത്ത് കളയട്ടെ. വർഗീയത ഇല്ലാതാവും, ഭീകരത ഇല്ലാതാകും, തീവ്രവാദം ഇല്ലാതാവും. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഞാൻ തന്നെ പറഞ്ഞു കുറച്ചേ പറയുന്നുള്ളൂ എന്ന്. ഞാൻ ഏതൊക്കെയോ ഗൗരവമുള്ള വിഷയങ്ങളിലേക്ക് പോയതുകൊണ്ടാണ് കുറച്ച് സംസാരിച്ചത്. ഞാനിങ്ങനെ സംസാരിക്കണമെന്ന് വിചാരിച്ചതല്ല. ഇതൊക്കെയാണ് ഇന്ന് വേണ്ടത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. അമ്മയെ തലോടാൻ ചെല്ലൂ, ഉമ്മയുടെ നെറ്റത്ത് പോയി ഒരു ഉമ്മ കൊടുക്കൂ. ബാപ്പയുടെ കാല് തഴുകിക്കൊടുക്കൂ. അച്ഛൻ്റെ പാതാരവിന്ദങ്ങളെ നമിക്കൂ. അതിന് പഠിപ്പിച്ചു കൊടുക്കൂ പുതിയ തലമുറക്ക്. എന്താ കുറവുണ്ടോ? ഉണ്ടോ? നിൻ്റെ പിതാവിൻ്റെ കാല് നിനക്കിങ്ങനെ കഴുകിക്കൊടുക്കാൻ വല്ല കുറവും തോന്നുന്നുണ്ടോ? എങ്കിൽ നീ മനസ്സിലാക്കൂ, നീ യഥാർത്ഥത്തിൽ മകനല്ല, മകളുമല്ല. ആ രക്തത്തിൻ്റെ വില നീ മനസ്സിലാക്കണം. പഴയ കാലമൊന്നുമല്ലെന്ന് കേരളം. മയക്കുമരുന്നുകാരൻ്റെ ഉള്ളം കയ്യിലാണെന്ന് കേരളം. അവിടെ രക്ഷപ്പെടാനെ കുറിച്ച് ബുദ്ധിമുട്ടാണ്. സ്വന്തം കുടുംബത്തിനകത്ത് ഇതിൻ്റെയൊക്കെ ആക്രമണമുണ്ടോ എന്ന് ഓരോരുത്തരും പരിശോധിക്കട്ടെ. ഇന്നലെ എൻ്റെ നാട്ടിൽ വിഷു
സൗഹൃദ സമ്മേളനം ഞങ്ങൾ പതിവായിട്ട് സംഘടിപ്പിക്കാറുണ്ട്, ഓണത്തിനും വിഷുവിനും പെരുന്നാൾക്കൊക്കെ. അതിലെൻ്റെ സ്നേഹിതൻ വിനോദ് കോവൂർ വന്നിരുന്നു. വിനോദ് കോവൂരിൻ്റെ പ്രസംഗം കേട്ടാൽ തോന്നും വല്ല മതപണ്ഡിതനോ മറ്റോ പ്രസംഗിക്കുകയാണെന്ന്. ഇന്ന് എല്ലാവരും അങ്ങനെ പറയണം. എന്താ വിനോദ് ഒന്ന് പറഞ്ഞത്? വിനോദ് പറഞ്ഞു, മക്കളെ ശ്രദ്ധിക്കണം, രക്ഷിതാക്കൾ നോക്കണം, മക്കളുടെ കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം. ഇതൊക്കെ ഒന്ന് വല്ല മതപണ്ഡിതനും പറഞ്ഞാൽ അയാളെന്ത് പഴമാർത്താനം പറയണമെന്ന് പറയും. സിനിമാ നടന്മാരും കലാകാരന്മാരും ബോധമുള്ളവരൊക്കെ ഇന്നിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മക്കളെ ശ്രദ്ധിക്കണം, കൂട്ടുകെട്ട് നോക്കണം. ബഹുമാനപ്പെട്ട നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരും ഇന്നിങ്ങനെ പറയാ, അവരും ഇങ്ങനെ തന്നെ പറയാ. തിരൂർ CI ജെ ജിനേഷ് അവർകൾ, അവർക്ക് നമ്മളെക്കാൾ ഒരുപാട് കാര്യങ്ങൾ അറിയായിരിക്കും. ഈ നാട്ടിൽ നടക്കുന്ന നിഗൂഢമായിട്ടുള്ള രാത്രിയും പകലും നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ ആഴം. എന്ത് ചെയ്യാനും മയക്കുമരുന്നുകാരൻ ഒരു മടിയില്ല. മാതാവിനെ കൊല്ലാൻ പോകുന്നതിനെ കുറിച്ച് അടിച്ചാൽ മതി. അങ്ങനെയുള്ള ഒരു കാലമാണ്, അങ്ങനെയുള്ള ഒരു ലോകമാണ്. കരുണ മാത്രമേ ജയിക്കൂ. ഭീകരവാദികൾ, വർഗീയവാദികൾ, അക്രമകാരികൾ, ഹിംസയുടെ കുഴലൂത്തുകാർ, പല രീതിയിലുള്ള ഹിംസ. എല്ലാവരും ഹിംസയെ പ്രോത്സാഹിപ്പിക്കണം. ഏത് ഹിംസയും ചെറുക്കണം. ഒരു പാട്ട് പോലും സമാധാനമായിട്ടൊന്ന് പാടൂല, ബഹളം ഉണ്ടാക്കണം. ബഹളം. പാട്ട് എന്ന് പറഞ്ഞാൽ സമാധാനമാണ്. പാട്ട് കേട്ടാൽ സമാധാനം ഉണ്ടാവണം, പാടുന്ന ആൾക്ക് ആദ്യം സമാധാനം ഉണ്ടാവണം. ദാസേട്ടൻ ഈ കണ്ട പാട്ടൊക്കെ പാടിയത് യേശുദാസ് സമാധാനമുള്ള മനസ്സാണ്. വലിയ കലാകാരനാണ്, ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. അതുകൊണ്ട് അദ്ദേഹം പാടിയതൊക്കെ സാന്ത്വനമാണ്. ഞാൻ മിനിഞ്ഞാന്ന് രാത്രി, യേശുദാസ് അമേരിക്കയിലാണ്, 1 മണിക്കൂർ അദ്ദേഹവുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചു. കുറെ കാലമായിരുന്നു സംസാരിച്ചിട്ട്. എന്തൊക്കെ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു. എത്രമാത്രം അവരൊക്കെ മനുഷ്യന് സാന്ത്വനം നൽകിയിരിക്കുന്നു. എന്നാൽ നല്ലൊരു പാട്ട് കേൾക്കാൻ പോലും യോഗമില്ലാത്തവരാണ്. ഇന്ന് അഗ്രസീവാണ്, വയലൻ്റാണ്. ഭക്തിഗാനം പാടുന്നവനൊരു ഇത്തിരി ഭക്തി വേണ്ടേ? പ്രേമഗാനം, സ്നേഹഗാനം പാടുന്നവർക്ക് ഒത്തിരി പ്രേമവും സ്നേഹമൊക്കെ വേണ്ടേ? അടിച്ച് പൊളിക്കടാ എന്നാ പറയാം. പാട്ട് പാടാൻ പോണവന് പറയാ, പാട്, അടിച്ച് പൊളിക്കടാ. പാട്ട് പാടാൻ എന്തിനാ അടിച്ച് പൊളിക്കണം? തകർക്കടാ. ഭാഷ പോലും മാറി. തകർക്കടാ. നീ തകർത്തു. നല്ല പാട്ട് പാടിയ ഒരു കുട്ടിയെ അഭിനന്ദിക്കണം. തകർത്തു. ഒക്കെ വാക്ക് നെഗറ്റീവാണ്. തകർത്തു. ഞാൻ ഇന്നലെ ഒരു കുട്ടിയെ ആദരിക്കാൻ പോയിരുന്നു കുന്നംകുളത്ത്. യൂട്യൂബിലൊക്കെ വൈറലായ കുട്ടിയാണ്. ആ കുട്ടിയുടെ ഒരുപാട് പരിപാടി, ലക്ഷക്കണക്കിന് ആളുകൾ. ഗംഗമോൾ, ഇത്രയേ ഉള്ളൂ. വയലിനിസ്റ്റാണ്. വയലിനിൽ ഏത് രാഗവും അവൾ മീട്ടും. പറഞ്ഞാൽ മതി. അവളെ തലയിൽ എല്ലാ മ്യൂസിക്കിൻ്റെയും ശേഖരമുണ്ട്. തീരെ അവൾ പ്രതീക്ഷിക്കാത്ത 2 രാഗം ഞാൻ അവളോട് പറഞ്ഞു, ഗംഗമോളോട്. ഒന്ന് എന്തൊരു മഹാനുഭാവുലു, ത്യാഗരാജ ഭാഗവതരുടെ പ്രസിദ്ധ കീർത്തനമാണ്. മറ്റൊന്ന്, ഇതാ കുട്ടി ചെയ്യാറുള്ള പാട്ടല്ല. മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീ അന്മടി നീളേ ആരിരോ ആരിരാരോ. യേശുദാസിൻ്റെ പഴയ പാട്ടാണ്. ഞാൻ പറഞ്ഞു, മോളെ ഇത് നിനക്ക് മീട്ടാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഞാൻ അതുകൊണ്ടാണ് തുടങ്ങുക. അവൾ സാധാരണ, ഞാൻ വളരെ പേടിച്ചിട്ടത് കേട്ടത്, ഈ കുട്ടിക്ക് പഴച്ചു പോകുന്നു. അതിൻ്റെ നോട്ട്സ് ഒരു സ്ഥലത്ത് പോലും പഴച്ചില്ല. അവൾ ഭംഗിയായിട്ട് വയലിൻ മീട്ടി.
പഴയ പാട്ടാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഈ പാട്ട്. മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീയൻ മടിനീളെ മയങ്ങൂ മാലങ്ങളെ. ആരിരോ ഉറക്കണം, തഴുകണം, തലോടണം, തലോടിക്കൊണ്ടേയിരിക്കുക. ഇതാണ് തലോടുന്ന പണി. ദൈവം കൈകൾ നൽകിയത് തല്ലാനല്ല തലോടാനാണ് എന്നുള്ള പാഠം പഠിച്ചുകൊണ്ടേയിരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതിൽ സഹായിച്ചവരൊക്കെ പ്രത്യേകം ഓർത്തുകൊണ്ട് ഈ മഹാസദസ്സിനെ, ഗംഭീരമായ സദസ്സാണ്. ഇവിടെ കൂടിയ ആളുകളുടെ എണ്ണം കൊണ്ടല്ല ഞാനിത് പറയണത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വിഷയങ്ങളിൽ നിങ്ങൾ എന്നോടൊപ്പം സഞ്ചരിച്ചു, നിങ്ങൾ ഹൃദയത്തോടൊപ്പം സഞ്ചരിച്ചു. ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു, ഞാൻ നിങ്ങളെ ആദരിക്കുന്നു. ഈ സദസ്സിലുള്ള എൻ്റെ മാതാക്കളെയും പെങ്ങന്മാരെയും ഞാൻ പ്രത്യേകം ബഹുമാനിക്കുന്നു. സ്നേഹനിധികളായ ഓമന മക്കളെ, അവർ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ എൻ്റെ എളിയ വാക്ക് കേട്ട് മിണ്ടാതിരുന്ന് കേട്ടു. കണ്ടോ എന്തൊരു നിശബ്ദത. ആ മക്കൾക്ക് ഞാനൊരു സ്നേഹമുത്തം നൽകുന്നു. ഈ സദസ്സിലെ എല്ലാവർക്കും, അഭിവന്ദനായ അധ്യക്ഷൻ, നമുക്കൊക്കെ ജ്യേഷ്ഠതുല്യനായ ബാവ ഹാജി സാഹിബ് മുതൽ ഇവിടെയുള്ള എല്ലാവരെയും, ഈ സദസ്സിലുള്ള ഗുരുജനങ്ങളെയും അത്താണിയെ സഹായിക്കുന്നവരെയും, പ്രത്യേകിച്ച് എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെയും എല്ലാവരെയും ഞാൻ വന്ദിക്കുന്നു. ഈ സദസ്സിലിരിക്കുന്ന ഏറ്റവും പ്രായം ചെന്ന ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ സമ്മതത്തോടെ ഞാൻ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു. അപ്പം എന്താ ഞാൻ പറഞ്ഞത്? ഈ സദസ്സിലിരിക്കുന്ന ഏറ്റവും പ്രായം ചെന്ന അമ്മ അല്ലെങ്കിൽ ഉമ്മ, അവരാരോ അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്കവരറിഞ്ഞൂടാ, എനിക്കവരറിയില്ല. കാരുണ്യവാനായ സർവശക്തന് അവരെ അറിയാം. ഇവിടെ ഇരിക്കുന്നുണ്ട്, അവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. ഞാൻ വേറെ ആരെയും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ആ ഉമ്മയുടെ സമ്മതം ചോദിക്കുന്നു, ആ അമ്മയുടെ സമ്മതം ചോദിക്കുന്നു. ആ മാതാവിൻ്റെ എന്ന് പറഞ്ഞ അമ്മയാവാം, ഉമ്മയാവാം, ആരാവാം. ഇത് ഉദ്ഘാടനം ചെയ്യാൻ സമ്മതം തരണേ. ശങ്കരാചാര്യരുടെ ശ്ലോകമുണ്ട് എൻ്റെ മനസ്സിലെപ്പോഴും. നൈരുച്യം തനു ശോഷണം മലമയി ശയ്യാച്ച സംവത്സരി. മക്കളെ ഗർഭം ചുമക്കുന്ന കാലത്ത് അമ്മയ്ക്ക് ഭക്ഷണത്തോട് രുചിയുണ്ടാവില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കാഞ്ഞിട്ട് അമ്മയുടെ ശരീരം മെലിഞ്ഞു പോകും. മലമയി ശയ്യാച്ച, കുഞ്ഞുങ്ങളുടെ മലമൂത്രത്തെ അമ്മ ശയ്യയാക്കും. ആ മാതാവിൻ്റെ സമ്മതത്തോടെ കാരുണ്യവാനായ സർവശക്തൻ്റെ തിരുനാമത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കും.